Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Gang try to run over officials at Kannur checkpost. ഗ്യാങ് എന്നാൽ ഇവിടെ കുറ്റവാളി സംഘം എന്നുള്ള അർത്ഥമാണ്. ഗ്യാങ് കുറ്റവാളി സംഘം. ട്രൈ ശ്രമിക്കുന്നു. ട്രൈ ടു റൺ ഓവർ എന്നാൽ വാഹനം ശരീരത്തിലൂടെ കയറ്റുക. അതാണ് റൺ ഓവർ എന്നാൽ അർത്ഥം. എന്താണ് ഈ കവർച്ച, എന്താണ് കൊള്ള സംഘം. ട്രൈ ടു റൺ ഓവർ വാഹനം കയറ്റിയിറക്കാൻ ശ്രമിക്കുന്നു. ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥരെ. അറ്റ് കണ്ണൂർ ചെക്ക് പോസ്റ്റ് കണ്ണൂർ ചെക്ക് പോസ്റ്റിൽ വച്ചിട്ടാണ് സംഭവം. അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണ് തലക്കെട്ട്. മലപ്പുറം എ ഗ്യാങ് ഓഫ് യങ്സ്റ്റേഴ്സ് വേർ അറസ്റ്റഡ്. ഒരു സംഘം, കുറ്റവാളി സംഘം, യുവാക്കളായിട്ടുള്ള കുറ്റവാളി സംഘം വേർ അറസ്റ്റഡ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ അറസ്റ്റ് ചെയ്തു. ഓൺ സൺഡേ ഞായറാഴ്ച. ഫോർ പൊസസിങ് എന്നാൽ കൈവശം വെക്കൽ എന്നാണ് അർത്ഥം. ഫോർ പൊസസിങ് കൈവശം വച്ചതിന്. എന്ത് കൈവശം വച്ചതിന്? ബാൻഡ് എന്നാൽ നിരോധിക്കപ്പെട്ട. ഡ്രഗ്സ് എന്നാൽ മരുന്നുകൾ. ഇതൊക്കെയാണ് അർത്ഥം. നിരോധിക്കപ്പെട്ട ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകൾ അവർ കൈവശം വച്ചു. അതിന് ഞായറാഴ്ച പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ട്രൈയിങ് ടു റൺ ഓവർ ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥരെ വാഹനം കയറ്റിയിറക്കാൻ, അവരുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കാൻ ശ്രമിച്ചു. അറ്റ് കണ്ണൂർ എക്സൈസ് ചെക്ക് പോസ്റ്റ് കണ്ണൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വച്ചിട്ട് ഉദ്യോഗസ്ഥരെ ഇവർ വാഹനം കയറ്റിയിറക്കാൻ ശ്രമിച്ചു. ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ഈ സംഭവം സംഭവിച്ചത് അറ്റ് ദ കോട്ടുപുയ കണ്ണൂർ ചെക്ക് പോസ്റ്റ് ഇവിടെ വച്ചാണ്. യാസർ അറഫാത്ത് എ നേറ്റീവ് ഓഫ് ബേപ്പൂർ നിവാസിയായിട്ടുള്ള യാസർ അറഫാത്ത് ആൻഡ് ഹിസ് അസോസിയേറ്റ് എന്നാൽ പങ്കാളി, കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് അവൻ്റെ കൂട്ടുകാരും വേർകോട്ട് പിടിക്കപ്പെട്ടു. അവനും അവൻ്റെ കൂട്ടുകാരും പിടിക്കപ്പെട്ടു. വേർകോട്ട് എന്നാൽ പിടിക്കപ്പെട്ടു. ബൈ ദ എക്സൈസ് ടീമിനാൽ അവർ പിടിക്കപ്പെട്ടു. അതായത് എക്സൈസ് ടീം അവരെ പിടിച്ചു എന്ന് അർത്ഥം. അവനെയും അവൻ്റെ കൂട്ടാളികളെയും. ടോട്ടൽ ഓഫ് 685 grams ഓഫ് മെത്താഫെറ്റമീൻ എന്നാൽ ഒരു തരം മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് 685 ഗ്രാമോളം മയക്കുമരുന്ന് പിടികൂടി. എ ഡെഡ്ലി ഡ്രഗ് എന്നാൽ മരണത്തിന് കാരണമായേക്കുന്ന മയക്കുമരുന്നാണിത്. വേർത്ത് എന്നാൽ വിലയുള്ള എന്നുള്ള അർത്ഥമാണ്. ₹50 lakh 50 ലക്ഷം വില മതിക്കുന്ന മയക്കുമരുന്നാണിത്. വാസ് സീസ്ഡ് ഈ മയക്കുമരുന്ന് പിടികൂടി. വാസ് സീസ്ഡ് എന്നാൽ പിടികൂടി. ഫ്രം ദയർ പൊസഷൻ അവരുടെ പക്കൽ നിന്നും. പുളിക്കൽ നേറ്റീവ് ഷെഫീഖ് 32 വയസ്സ് പ്രായമുള്ള പുളിക്കൽ സ്വദേശിയായിട്ടുള്ള ഷെഫീഖ്. ഹിസ് വൈഫ് ആൻഡ് പുള്ളിപ്പറമ്പ നേറ്റീവ് സൗദ അവൻ്റെ ഭാര്യയായിട്ടുള്ള പുള്ളിപ്പറമ്പ നിവാസിയായിട്ടുള്ള സൗദ 32 വയസ്സ്. വി കെ അഫ്നാനുദ്ദീൻ 22 ആൻഡ് മുഹമ്മദ് ഷാഹിദ് 28 ഈ പറയുന്ന ആളുകൾ വേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ പറഞ്ഞ ആളുകളെ അറസ്റ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു എക്സൈസ് ടീം പറയുന്നത് പ്രകാരം ഇറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മെത്ത് ബേസ്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം എന്തെങ്കിലും പ്രവൃത്തി ഇല്ലാതെയാക്കുക, അതായത് അത് നിഷ്ഫലമാക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഈ മയക്കുമരുന്ന് കടത്ത്. മെത്ത് എന്നാൽ ഇവിടെ ഈ മയക്കുമരുന്നിൻ്റെ പേരാണ്. അതായത് വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ വലിയ ഒരു വേട്ടയാണിത്. ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണിത്. എവർ കണ്ടക്റ്റഡ് ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഈ പറയുന്ന മെത്ത് ബേസ്റ്റ്, ഈ പറയുന്ന മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ വലിയ ഒരു സംഭവമാണിത്. ഇൻ ദ നോർത്തേൺ റീജിയൻ ഓഫ് കേരള. നോർത്തേൺ എന്നാൽ വടക്കുള്ള എന്നുള്ള അർത്ഥമാണ്. വടക്കിനെ സംബന്ധിച്ച്, അതായത്
വടക്കൻ കേരളത്തിൽ ഈ പ്രദേശത്തുള്ള ഇതുവരെ നടത്തിയതിൽ വച്ചിട്ട് ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് പിടിച്ച ഒരു സംഭവമാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷാജി ആൻഡ് പ്രിവെൻറ്റീവ് ഓഫീസർ ഷാജി അലോകൻ അവർ ഈ പറയുന്ന ആളുകൾ വേർ ചെക്കിംഗ് അവർ പരിശോധിക്കുകയായിരുന്നു വെഹിക്കിൾസ് വാഹനങ്ങൾ അറ്റ് ദ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഈ പറയുന്ന ആളുകൾ വാഹനങ്ങൾ പരിശോധിക്കുകയായിരുന്നു. എസ്കേപ്ഡ് രക്ഷപ്പെട്ടു. അൺഹേർട്ട് എന്നാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആഫ്റ്റർ ദേ വേർ ട്രൈ ടു റൺ ഓവർ ബൈ ദ ഗ്യാങ്. ദേ വേർ ട്രൈഡ് എന്നാൽ ശ്രമിച്ചു എന്നുള്ള അർത്ഥം. അവരെ ശ്രമിച്ചു എന്തിന്? ടു റൺ ഓവർ ബൈ ദ ഗ്യാങ്. ആ ഗ്യാങ് കുറ്റവാളി സംഘം അവരുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റാൻ ശ്രമിച്ചു. അപ്പോൾ അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതാണ് എസ്കേപ്ഡ് അൺഹേർട്ട്, പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ഈ സംഭവം സംഭവിച്ചത് അറ്റ് 2:30 AM രാത്രി 2:30 മണി സമയത്താണ്. ഓൺ സൺഡേ ഞായറാഴ്ച. ദ പോലീസ് ആൻഡ് ദ ഒഫീഷ്യൽസ് പോലീസും ഉദ്യോഗസ്ഥരും ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന് ഡിഡ് ദ ചേസ് എന്നാൽ പിന്തുടരുക. ഡിഡ് ദ ചേസ് അതായത് അവരെ പിന്തുടർന്നു, അവരെ പിടിക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. പക്ഷേ ഫെയിൽഡ് ടു നാബ് ദ കൾപ്രിറ്റ്സ് എന്നാൽ കുറ്റവാളികൾ, നാബ് എന്നാൽ പിടികൂടുക. ഫെയിൽഡ് ടു നാബ് ദ കൾപ്രിറ്റ്സ് ആ കുറ്റവാളികളെ പിടികൂടുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. അവരെ പിന്തുടർന്നു അവരുടെ വാഹനം. പക്ഷെ അവരെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ടു, പിടികൂടാൻ സാധിച്ചില്ല. യാസർ അറഫാത്ത് വാസ് അറസ്റ്റഡ്. യാസർ അറഫാത്തിനെ അറസ്റ്റ് ചെയ്തു. യാസർ അറഫാത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫ്രം ദ മലപ്പുറം ആൻഡ് കോഴിക്കോട് റീജിയൻ. മലപ്പുറം കോഴിക്കോട് പ്രദേശത്ത് വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ദിവസം രാത്രി. ഡൂറിങ് എന്നാൽ അതിനിടയിൽ ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ദ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ്. അതായത് ഈ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും അതുപോലെ കണ്ണൂർ ഈ പറയുന്ന DANSF ഈ ഇരിട്ടി പോലീസ്, കണ്ണൂരിലുള്ള ഇരിട്ടി പോലീസും അതുപോലെ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ഇവരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയായിരുന്നു. അതിനിടയിൽ മലപ്പുറം കോഴിക്കോട് പ്രദേശത്ത് വച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഡൂറിങ് എന്നാൽ അതിനിടയിൽ, ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അന്വേഷണത്തിനിടയിൽ എന്നുള്ള അർത്ഥം. കണ്ടക്റ്റഡ് എന്നാൽ നടത്തിയ, കണ്ടക്റ്റഡ് ബൈ ദ എക്സസൈസ് കമ്മീഷണർ സ്ക്വാഡ് കമ്മീഷണർ എക്സസൈസ് സ്ക്വാഡും അതുപോലെ കണ്ണൂരിലെ ഇരിട്ടി പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ DANSAF ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നാണ്. അക്കോർഡിംഗ് ടു പോലീസ് പറയുന്നത് പ്രകാരം ഇറ്റ് വാസ് യാസർ ഹു വാസ് ഡ്രൈവിംഗ്. യാസർ ആയിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ വെഹിക്കിൾ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് യാസർ ആയിരുന്നു. ഡൂറിങ് ദ ടൈം ഓഫ് ദ ഇൻസിഡൻറ്റ് അറ്റ് ദ കണ്ണൂർ ചെക്ക് പോസ്റ്റിൽ വച്ച് ഈ സംഭവം ഉണ്ടായ സമയത്ത് വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് യാസർ ആയിരുന്നു. പോലീസ് പറയുന്ന വിവരമാണിത്.